എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മളെ കണ്ടു. ശ്രീനിവാസ് സാറ് പോയതിനു ശേഷം വിക്രം ആകെപ്പാടെ അസ്വസ്ഥനാണ്. കാരണം സാറ് വന്ന സമയത്ത് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളും വേദ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അങ്ങ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വിക്രത്തിന്. കാരണം തന്നെ ഇവ കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ അപമാനിച്ച് വിട്ടു എന്നൊരു ചിന്തയായിരുന്നു മനസ്സ് നിറയുണ്ടായിരുന്നേ. അതിനേക്കാൾ ഉപരി അച്ഛനോട് അങ്ങനെയൊക്കെ സംസാരിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ സംസാരിക്കണമെന്ന് പ്രതീക്ഷ ഉള്ള കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. പക്ഷെ അങ്ങനെയൊക്കെ വേണ്ടി വന്നു. അതൊക്കെ ഓർത്തിട്ട് വിക്രം ആകെപ്പാട് ടെൻഷൻ അടിച്ച് മുറിയിലിരിക്കുകയാണ്. ഈ സമയത്ത് മാഷിന് നല്ല വിഷമമായിരുന്നു. കാരണം മാഷ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വിക്രം അങ്ങനെയൊക്കെ വയലൻ്റ് ആവുമെന്ന്. വിക്രം അങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേങ്കിൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് വിക്രം അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും മാഷിന് ഭയങ്കര വിഷമം. മാഷ് അങ്ങനെ മുറി വിഷമിച്ചിരിക്കുന്ന സമയത്ത് കമല അങ്ങോട്ടേക്ക് വരുന്നേ. കമല വന്നിട്ട് ചോദിച്ചു, അല്ല എന്താ മാഷ് എന്താ വല്ലാതിരിക്കണമെന്ന് എനിക്ക്. ഒന്നുമില്ല എന്ന് പറയണേ. എനിക്കറിയാം മാഷിൻ്റെ വിഷമം എന്താന്ന്. മാഷിൻ്റെ മുഖം ഒന്ന് വാടിയിട്ടുണ്ടെങ്കിൽ എനിക്കത് തിരിച്ചറിയാൻ പറ്റൂല എന്ന് ചോദിക്കാം. എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല എന്ന് പറയണേ. വിക്രത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടാണോ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടാണെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ മാഷ് പറഞ്ഞു, അല്ല അത് പിന്നെ എനിക്കറിയാം മാഷേ, അത് തന്നെയാണ് കാരണമെന്ന്. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മാഷ് എന്തിനാ അവനെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നേ? അവൻ നമ്മുടെ മോൻ തന്നെയല്ലേ, അവൻ എന്ത് ചെയ്താലും അവനെ കുറ്റപ്പെടുത്തിയല്ലേ സംസാരിക്കാറുള്ളൂ. ഇത് കേട്ടെന്ന് മാഷ് ചോദിച്ചു, ഞാൻ എപ്പോഴാ കമല അങ്ങനെ പറഞ്ഞേ? അവൻ എപ്പോഴും ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. മാഷ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എപ്പോൾ പറഞ്ഞാലും അവനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലായിരിക്കും. ഒരുപക്ഷെ മാഷിൻ്റെ ഉള്ളിൽ സ്നേഹം കാണുമായിരിക്കും, ഇഷ്ടമൊക്കെ കാണുമായിരിക്കും. പക്ഷെ മാഷ് അത് പ്രകടിപ്പിക്കുന്ന വേറെ രീതിയിലാണ്. അവനോടുള്ള ദേഷ്യം, ഒരു പക അങ്ങനെയൊക്കെ പോലെയാണ് മാഷ് അവനോട് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവന് ഒട്ടും എങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. സങ്കടം തോന്നുന്നുണ്ടായിരിക്കും അവൻ്റെ മനസ്സിൽ. അവൻ എന്ത് നല്ല കാര്യം ചെയ്തിട്ട് വന്നാലും മാഷ് അങ്ങനെയല്ലേ ചെയ്യാറുള്ളത്. മാഷ് അത് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അവൻ്റെ മനസ്സെന്താ, അവൻ്റെ മനസ്സിൻ്റെ വേദന എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ തന്നെ ആ വെഡ്ഡിങ് ആനിവേഴ്സറി സമയത്ത് അവന് ഒരു ദിവസം മുഴുവനും കൂലിപ്പണിയാൻ പോയിട്ട് വന്ന് അധ്വാനിച്ച് മേടിച്ചുകൊണ്ട് വന്ന ആ ഷർട്ടും ഉണ്ടും അത് മാഷ് ആദ്യം വലിച്ചെറിയുക ചെയ്തേ. അപ്പോഴവൻ്റെ മനസ്സിലെ വേദന എന്താണെന്ന് മാഷ് ചിന്തിച്ചോന്ന് ചോദിക്കാം. അത് പിന്നെ കമല, ഞാൻ വേണ്ട മാഷെ, കൂടുതലൊന്നും പറയണ്ട. നമ്മൾ എത്ര എന്ന് പറഞ്ഞാലും മക്കൾക്കൊരു പരിധിയുണ്ട്. അത് കഴിയുമ്പോൾ അവർക്ക് നിയന്ത്രണം വിട്ടുപോകും. ഇന്ന് അങ്ങനെയാണ് അവനും ചെയ്തിരിക്കുന്നത്. കാരണം അവൻ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ ഇത്രയും കാലം അവൻ്റെ മനസ്സിലെ വേദന എന്താ, വിഷമം എന്താ നമ്മളിതുവരായിട്ടും ചിന്തിച്ചിട്ടില്ല. പക്ഷേങ്കിൽ ഇന്നലെ വന്നു കയറിയ അവളുണ്ടല്ല വേദ, അവനെ നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് തന്നെയാണെങ്കിലും അവനൊരു തെറ്റും ചെയ്യാതെയാണ് മാഷ് അവനെ കുറ്റപ്പെടുത്തിയത്. അവൻ്റെ ഭാര്യ തന്നെ പറഞ്ഞു അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. വഴിയെ പോയ സമയത്ത് അങ്ങനെ ഇല്ലാത്ത കേസുണ്ടാക്കി പിടിച്ചുകൊണ്ട് പോയി അവനെ തല്ലുമായിരുന്നു. പാവം എൻ്റെ കുഞ്ഞ് എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ട്. ആ സമയത്ത് അവനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ കൂടെ നിൽക്കുകയല്ലേ ചെയ്യേണ്ടേ. അതിന് പകരം മാഷ് കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവന് സഹിക്കാൻ പറ്റുമോ? പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ മുഖത്താട്ടുന്ന പോലെയല്ലേ പറഞ്ഞേ. അത് മാത്രമല്ല അവൻ ഏറെ സ്നേഹിക്കുന്ന ഒരാളാണ് ഇന്ന് വന്നേ. അപ്പം അയാളുടെ മുന്നിൽ വെച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ അവന് സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല എന്നൊക്കെ പറയണേ. ഇത് കേട്ടപ്പോൾ മാഷ് പറഞ്ഞു, നീ എന്തൊക്കെയാ കമല ഇങ്ങനെ പറയണേ? എനിക്ക് അവനോട് ഇഷ്ടമില്ലെന്നാണോ? ഞാൻ അവനെ സ്നേഹിക്കുന്നില്ലെന്നാണോ നീ പറയണേ? അല്ല മാഷേ, എനിക്കറിയാം മാഷ് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അത് മാഷ് ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ല. അത് പ്രകടിപ്പിക്കണം അവനോട്. എങ്കിൽ മാത്രമല്ലേ അവനറിയാൻ സാധിക്കുള്ളൂ മാഷ് സ്നേഹിക്കുന്നുണ്ടെന്ന്. അല്ലെങ്കിൽ അവൻ വിചാരിക്കണേ എന്താ, മാഷിൻ്റെ മനസ്സിൽ പകയും വിദ്വേഷവും മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ലേ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് അവൻ ആ രീതിക്ക് പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. അവനെ നന്നാക്കണമെങ്കിൽ അവൻ്റെ സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിക്കണം എന്നൊക്കെ പറയണം. ഇതെല്ലാം കമല പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ മാഷിനെ സഹിച്ചില്ല. മാഷിൻ്റെ ഉള്ളങ്ങോട്ട് വിങ്ങാൻ തുടങ്ങി. മാഷ് നേരെ ബാത്റൂമിലേക്ക് പോവാണ്. ബാത്റൂമിൽ പോയിട്ട് ഷവർ തുറന്നു വിട്ട് അവിടെ ഒന്ന് പൊട്ടിക്കരയാണ്. കാരണം പെണ്ണുങ്ങൾ കരയുന്നല്ല, പുറത്ത് വെച്ച് കരയാൻ പറ്റില്ല. പെണ്ണുങ്ങളാണെങ്കിൽ സാധാരണഗതിയിൽ ആരൊക്കെ നിന്നാലും അവരുടെ മുന്നിൽ വെച്ച് പൊട്ടിക്കരയും. പക്ഷെ ആണുങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവരേതെങ്കിലും മുറിക്കാത്തോ അടച്ചിട്ട് മുറിക്കാത്തോ ബാത്റൂമിൽ പോയിട്ടോ ആരും കാണാതെ കരയും. എന്ന് പറഞ്ഞ പോലെ മാഷ് ആരും കാണരുത്, താൻ കരയുന്നത് എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ മാഷ് അവിടെ നിന്ന് ആ ഷവർ തുറന്നിട്ട് അവിടെ നിന്ന് പൊട്ടിക്കരയാണ്. തനിക്ക് സ്നേഹമില്ലാന്ന് അവനോട്. അത് മാത്രം തൻ്റെ നെഞ്ചിനുള്ളിൽ അവനോടുള്ള സ്നേഹമാണ്. അവനൊരു നല്ല രീതിയിൽ നല്ല പൊസിഷനിൽ എത്തണമെന്ന് ആഗ്രഹിച്ചാണ് അവനെ വളർത്തിക്കൊണ്ട് വന്നേ. ബാക്കി രണ്ടുപേരും അതുപോലെ ആയി കഴിഞ്ഞപ്പോൾ ഏക പ്രതീക്ഷ അവനായിരുന്നു. അവൻ നല്ല രീതിയിൽ എത്തും. അത്രയ്ക്ക് നല്ല പഠിപ്പും അറിവും കാര്യങ്ങളും എല്ലാം ഉള്ളവനായിരുന്നു അവന്. പക്ഷെ അവൻ മാത്രം ഇങ്ങനെ ആയി പോയെന്ന് അറിയത്തില്ല. അവൻ നേരെയാകത്തേണ്ട ഒരു വിഷമമായിരുന്നു തൻ്റെ നെഞ്ചു നിറയെ. പക്ഷെ തന്നെ മനസ്സിലാക്കാനായിട്ട് അവന് പറ്റിയില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും മാഷ് വാവിട്ട് നിലവിളിക്കുകയാണ്. അത് ശബ്ദം പുറത്തു വരാതിരിക്കാനായിട്ട് കയ്യിലുണ്ടായിരുന്ന തോർത്ത വായിലേക്ക് കുത്തിത്തിരി കരയുകയാണ്. അത് കണ്ടു കഴിയുമ്പം ആർക്കാളുടെ സങ്കടം വരും. അതേ ഒരു അവസ്ഥയിലുള്ള കരച്ചിലായിരുന്നു. ആ സമയം നന്ദിനി അടുക്കളയിലേക്ക് വരുവാണ്. നന്ദിനി അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ
കമല പറഞ്ഞു, നന്ദിനി എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറയണം. കമല അല്ലേ തന്നെ കട്ടക്കലിപ്പിലായിരുന്നു. എന്താമ്മേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വേദ നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തി പറയാൻ സ്വഭാവം ഉണ്ടല്ലോ, അതിവിടെ കൊണ്ട് നിർത്തിക്കോണമെന്ന് പറയാം. അതിന് ഞാനിപ്പോഴൊന്നും പറഞ്ഞല്ലോ, ഇപ്പൊ പറഞ്ഞ കാര്യമല്ല പറയണേ. എപ്പോഴാളും വന്ന് കയറിയപ്പോൾ തൊട്ട് കാണുന്ന വേദ, കയറിയപ്പോൾ തൊട്ട് നീ ഓരോന്ന് കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത് ഇവിടുത്തും കൂടെ നിർത്തിക്കോണമെന്ന് പറയാം. ആർക്കെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ഒരു വയ്യായിക വരുവോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായും ചെന്നിട്ടുണ്ടെങ്കിൽ അവരെ കളിയാക്കുമല്ലേ ചെയ്യണ്ടേ, അവരെ ചേർത്ത് പിടിച്ച് കൂടെ നിൽക്കുകയോ ചെയ്യണ്ടേ. ഇപ്പം തന്നെ ആളിലും വിക്രത്തിന് അങ്ങനെ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞപ്പോൾ നീ അവനെ കളിയാക്കുന്ന പോലെയല്ല സംസാരിച്ചേ, അവൻ്റെ കയ്യിലിരിപ്പുണ്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊരു കാരണവശാലും പാടില്ല നന്ദിനി, നല്ല കുടുംബിനികൾക്ക് ചേരുന്ന സ്വഭാവമല്ലത് എന്നൊക്കെ പറഞ്ഞ് നന്ദിനിയെ ഉപദേശിക്കണം. പിന്നെ ഇതിൻ്റെ ഒരു കുറവും കൂടെ ഉള്ളൂ എന്നൊരു നന്ദിനിക്കൊരു പുച്ഛഭാവമായിരുന്നു. കമല പറഞ്ഞു, എനിക്കറിയാം നിന്റെ മനസ്സ്, എല്ലാവരും ഒരേപോലെ അല്ലല്ലോ. നമ്മുടെ കയ്യിൽ 5 വിരലുണ്ടെങ്കിലും അത് 5 ഒരേപോലെ അല്ല, വലിപ്പ ചെറുപ്പം കാണും, അതിൻ്റെതായ വ്യത്യാസങ്ങൾ കാണുമായിരിക്കും. അത് മാത്രം നീ ചിന്തിച്ചാൽ മതി, പറഞ്ഞു കേട്ടല്ലോ എന്നും പറഞ്ഞിട്ട് കമല അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം വേദമുറിയിലേക്ക് എന്നിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേദയ്ക്ക് മനസ്സിലായി വിക്രം എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണേന്ന്. പിന്നീട് വേദ എന്നിട്ട് പറഞ്ഞു, അല്ല വിക്രത്തിന് തോന്നുന്നുണ്ടോ വിക്രം ചെയ്യുന്ന തീരുമാനങ്ങളെല്ലാം നല്ലതിനാണെന്ന്? ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞു, ഞാൻ ഒരു തീരുമാനം തെറ്റായിട്ട് ചെയ്തിട്ടുള്ളൂ, അത് നിന്റെ കഴുത്തിൽ താലി ചാർത്തിയതാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അത് തെറ്റാന്ന് നിനക്ക് ഇപ്പം തോന്നുന്നുണ്ടല്ലേ, ആ സമയത്ത് എന്തുകൊണ്ടാണ് നിനക്ക് തോന്നാത്തതെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ആ സമയത്ത് എനിക്ക് അങ്ങനെ തോന്നിയില്ല, പെട്ടെന്നുള്ളൊരു ദേഷ്യത്തിന് ഞാൻ അങ്ങോട്ട് ചെയ്തെന്ന് പറയാം. അതാ വിക്രത്തിൻ്റെ കുഴപ്പം, ഒന്നും ആലോചിക്കില്ല, എടുത്തടിച്ചൊരു തീരുമാനം എടുക്കും, പിന്നീടാണ് അതിൻ്റെ ഭവിഷ്യത്തുകൾ വരുന്നത്. ഇപ്പം വിക്രത്തിനെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നത്തിനും കാരണം അതുതന്നെയാണ്. ഒന്നും ഓർക്കാതെ എടുത്തടിച്ചൊരു തീരുമാനം എടുക്കും, പിന്നീടാണ് അതിൻ്റെ വരുംവരായികളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന പോലും. വിക്രം ചിന്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വിക്രം ഓർക്കുന്നുണ്ടോ, വിക്രം അന്ന് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയതിൻ്റെ ബലത്തിലാണ് ഞാനിപ്പോഴും ഇവിടെ നിൽക്കണമെന്ന് എന്നും വിക്രത്തിന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, അല്ലാതെ പിന്നെ എന്താ, ആ താലി കഴുത്തിലുള്ളതുകൊണ്ടല്ലേ നീ എൻ്റെ കൂടെ ഇപ്പം നിൽക്കുന്നേ, അല്ലെങ്കിൽ നീ ഇപ്പം പണ്ട് എവിടുന്ന് പോയനെന്ന് പറയണം. ആ താലി ഇല്ലായിരുന്നെങ്കിൽ നിന്നെ വീട്ടിൽ കൊണ്ട് ആക്കിയാണെന്ന് പറയണം. ഇത് കേട്ടതും വേദ പറഞ്ഞു, വിക്രത്തിന് തെറ്റി, അതുകൊണ്ട് മാത്രമല്ല ആ താലിയുടെ ബലത്തിലല്ല, അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയായിരുന്നോ? അന്നത്തെ ദിവസം ആ ശിവക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ 7 തലമുറകളോളം ആ ബന്ധം നിലനിൽക്കുമെന്നാണ് പറയണേ. അത്രയ്ക്ക് പവിത്രമായൊരു ക്ഷേത്രമാണ് അവിടെ. എനിക്ക് ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ട്, എൻ്റെ മുത്തശ്ശി പറഞ്ഞു കേട്ടുള്ളതാണ്. എൻ്റെ മനസ്സിലൊരു വിശ്വാസമുണ്ട്, കാരണം എൻ്റെ കഴുത്തിൽ ഒരാൾ താലി ആർത്തിയിട്ടുണ്ടെങ്കിൽ അയാളോടൊപ്പം ആയിരിക്കും ഞാൻ ജീവിതാവസാനം വരെ ജീവിക്കണമെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ വിക്രത്തോടൊപ്പം ജീവിക്കുന്നത്. വിക്രത്തിന് ചിലപ്പോൾ ആ താലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരു ഇത് മാത്രമായിരിക്കും, ഇച്ചിരി സ്വർണം മാത്രമായിരിക്കും, ഒരു തരി പൊന്ന് മാത്രമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചത് അങ്ങനെയല്ല. വിക്രം ഒരു കാര്യം മനസ്സിലാക്കണം, ഇനിയാണെങ്കിലും നേരായ രീതിക്ക് നടക്കാണ്ട് സമയമുണ്ട്. ഇനിയും പരിപാടികളൊക്കെ നിർത്തിയിട്ട് നല്ല വഴിക്ക് തന്നെ നടക്കാൻ നോക്ക്, സമയം അതിക്രമിച്ച് പോയിട്ടില്ല. ഇന്ന് അച്ഛൻ്റെ മുഖത്തെ വിഷമം കണ്ടോ, അച്ഛൻ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായോ? കാരണം വിക്രത്തിനോട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ നെഞ്ചു പെടയുമായിരുന്നു മകനെക്കുറിച്ച് ഓർത്തിട്ട്. മകൻ ഇങ്ങനെ തല്ല് കൊണ്ടുവരുമ്പോഴത്തേന് ഏതച്ഛനാ സന്തോഷിച്ചിരിക്കാനായിട്ട് പറ്റുന്നേ? പുറമെ അങ്ങനെയൊക്കെ ദേഷ്യം കാണിച്ചാലും ആ ഉള്ളു പെടയും. അത് വിക്രം ഇനി കാണാതെ പോവരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രത്തിനെ വേദ ഇങ്ങനെ ഉപദേശിക്കുകയാണ്. പിന്നീട് വേദയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കിടന്നിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടും വിഷമങ്ങളായിരുന്നു മനസ്സിൽ. പിന്നീട് വേദ പുറത്തിറങ്ങി വന്നിട്ട് അവിടെ ഇങ്ങനെ വന്ന് ഇരിക്കുവാണ്. ഈ സമയം വിക്രം ഇങ്ങനെ കിടന്ന് ആലോചിക്കുവാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അവൾ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമാണ്, തനിക്കൊരു മാറ്റം വേണമെന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. അവൾ മാത്രമല്ല, ഈ കുടുംബത്തിലുള്ള അച്ഛനും അമ്മയും എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ തനിക്ക് മാറാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ച് വിക്രം അവിടെ കിടന്ന് മയങ്ങി പോകുന്ന സമയത്ത് വിക്രം ഒരു സ്വപ്നം കണ്ട് ചാടി എഴുന്നേക്കുവാണ്. ആ സ്വപ്നം കണ്ട് ചാടി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് വല്ലാത്തൊരു പേടിയും ബുദ്ധിമുട്ടൊക്കെ തോന്നുവാണ്. ഇതിനു മുമ്പില്ലാത്ത എന്തോ ഒരു ഭയം വിക്രത്തെ പിന്തുടരുവാണ്. താൻ ചെയ്യുന്നത് ശരിയല്ല എന്നൊരു തോന്നൽ വിക്രത്തിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് പിന്നെ ഉറങ്ങാനേ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വിക്രം കഥ തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വേദ പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഉറങ്ങാതെ. വിക്രത്തിന് മനസ്സിലായി അവൾ എത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ട് തന്നെ ഓർത്തിട്ട്. ഒരുപക്ഷെ തന്നെ വിവാഹം കഴിച്ചുകൊണ്ടായിരിക്കും അവളുടെ ജീവിതം ഇങ്ങനെയായി തീർന്നത്, താൻ ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല എന്നൊരു ചിന്ത വിക്രത്തിൻ്റെ മനസ്സിലേക്കും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോകുന്നത്. അത് മാത്രമല്ല, ഇനിയിപ്പോൾ ശ്രീനിവാസൻ്റെ അടുത്തേക്ക് വിക്രം ചെല്ലും. വിക്രം ചെന്ന് കഴിയുമ്പോൾ തന്നെ ശ്രീനിവാസൻ വിക്രത്തിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ്, നീ ഇവിടെ വേണ്ട, നിനക്ക് ചേരുന്ന പണിയല്ലേ ഇതെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും വിക്രം ഇനി സ്വമേധയെ മാറാനായിട്ട് തുടങ്ങും. വിക്രത്തിന് മനസ്സിലാവും തൻ്റെ സ്ഥിതി എന്താണെന്നും താൻ എന്താണെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിലെല്ലാം വേദയുടെയും വിക്രത്തിനും നല്ല പ്രണയ രംഗങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസത്തെ പ്രൊമോ വിശേഷം കാണിച്ചപ്പം നെക്സ്റ്റ് വീക്ക് പ്രൊമോയ്ക്ക് അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. വേദയും വിക്രം കൈ കോർത്തിട്ട്
നടക്കുന്നതൊക്കെ ആ രംഗങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്താണെങ്കിലും ഈ ആഴ്ച തന്നെ കാണുമായിരിക്കും കേട്ടോ. അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.